of earth. Shapes of the earth നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞു. Then listen here. Shape of the earth. Long ago, people thought that the earth was flat. Now it has been proved in several ways that the earth is round in shape. We already say that. അല്ലെ, നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ വിചാരിച്ചിരുന്നത് എന്താണ്? നമ്മുടെ എർത്ത് വളരെ ഫ്ലാറ്റ് ആണ്. പക്ഷെ അതിൽ നിന്ന് കുറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വഴികളിൽ കൂടെ എർത്ത് റൗണ്ട് ഇൻ ഷേപ്പ് ആണെന്ന് ഫൗണ്ട് ചെയ്തു അല്ലേ? എർത്ത് എങ്ങനെയാണ് റൗണ്ട് ആണ് എന്നുള്ളത്, അത് എങ്ങനെയൊക്കെയാണ് ഫൗണ്ട് ചെയ്തതെന്നുള്ള ഒരു കാര്യം നമ്മൾ പറഞ്ഞത്. About 500 years ago, a sailor named Ferdinand Magellan, he sailed toward the west and after 3 years came back into the same place from where they had started. എവിടെ നിന്നാണോ മെഗല്ലൻ യാത്ര തുടങ്ങിയത് അവിടെ തന്നെ അദ്ദേഹം തിരിച്ചെത്തി. അപ്പോൾ അതിൽ നിന്ന് എന്താണ്? എർത്ത് റൗണ്ട് ഇൻ ഷേപ്പ് ആണ് എന്ന് ഫൗണ്ട് ചെയ്യാം അല്ലേ? അതായത് ഫെർഡിനാൻഡ് മഗല്ലൻ എന്ന് പറയുന്ന ഒരു വ്യക്തി 500 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ യാത്ര ഒരു പ്ലേസിൽ നിന്ന് ആരംഭിച്ചു അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞത് പോലെ നിങ്ങൾ ഈ ട്രൂ ലൈറ്റ് സ്കൂളിൽ നിന്ന് എവിടേക്കെങ്കിലും പോവുകയാണ് അല്ലേ? ആഫ്റ്റർ 3 and 4 years ആൻഡ് മഗല്ലൻ റീച്ച്ഡ് ദെയർ ഇൻ 3 years. 3 വർഷങ്ങൾക്ക് ശേഷം മഗല്ലൻ എവിടെ തന്നെ തിരിച്ചെത്തി? എവിടെ നിന്നാണോ അദ്ദേഹം യാത്ര സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്ന് തന്നെ തിരിച്ച് ആ സ്ഥലത്ത് തന്നെ എത്തിച്ചേർന്നു അല്ലേ? അപ്പോൾ അതിൽ നിന്നാണ് ഭൂമി റൗണ്ട് ആണ് എന്ന് മഗല്ലൻ ഫൗണ്ട് ചെയ്തത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വേറെ ഏതെങ്കിലും പ്ലാനറ്റ്സിൽ നിന്ന് അല്ലെങ്കിൽ സ്പേസിൽ നിന്ന് ഭൂമിയുടെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അല്ലേ, സ്പേസിൽ പോയി നിന്നിട്ട് എർത്തിന്റെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ ഫോട്ടോഗ്രാഫിൽ കാണുന്ന എർത്ത് എങ്ങനെയായിരിക്കും? റൗണ്ട് ആയിരിക്കും എന്നാണ് പറയുന്നത് അല്ലേ? നമ്മളിപ്പോൾ കാണുന്ന ഈ എർത്തിന്റെ ഫോട്ടോ ഒക്കെ മറ്റുള്ള സ്പേസിൽ നിന്ന് എടുക്കുന്നതാണ് അല്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ്, വേറെ സ്പേസിൽ പോയി നിന്നിട്ട് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അത് റൗണ്ട് ഇൻ ഷേപ്പ് ആണ്, കാണാൻ റൗണ്ടിലാണ് എന്നാണ് പറയുന്നത്. Then movement of earth. The earth spins like a top on its axis all the time. The axis is an imaginary line that runs through the center of the earth. The axis of the earth is slightly tilted. The spinning of the earth on its axis is called rotation. And the earth spins from west to east. It completes one rotation in about 24 hours. എന്താണ്? ഭൂമിയുടെ മൂവ്മെന്റിനെ കുറിച്ച് അല്ലേ? ഭൂമിയുടെ കറക്കം, ഭൂമി എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതായത് ഭൂമി അതിൻ്റെ ആക്സിസിൽ അവിടെ ഒരു ഇമാജിനറി ലൈൻ ഉണ്ട്, ഒരു ആക്സിസ് ഉണ്ട്. അപ്പോൾ അതിൽ ഭൂമി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദ ആക്സിസ് ഈസ് സ്ലൈറ്റ്ലി ടൈറ്റിൽഡ്. ദ സ്പിന്നിങ് ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ് ആക്സിസ് ഈസ് കോൾഡ് റൊട്ടേഷൻ. അതായത് ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ റൊട്ടേഷൻ എന്ന് പറയുക. The earth spins from west to east. It completes one rotation in about 24 hours. ഭൂമി വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു തവണ ഭൂമി കറങ്ങി ഇങ്ങനെ ഫിനിഷ് ചെയ്ത് വരണമെങ്കിൽ, ഒരു തവണ വെസ്റ്റിൽ നിന്ന് കറങ്ങി ഈസ്റ്റിലേക്ക് ഇങ്ങനെ കറങ്ങി കംപ്ലീറ്റ് ചെയ്ത് വരണമെങ്കിൽ 24 hours വേണമെന്നാണ് പറയുന്നത്. ഒരു തവണ കറങ്ങി ഫിനിഷ് ചെയ്തെത്താൻ 24 മണിക്കൂർ വേണം. അതാണ് എന്ത്? ഒരു ഡേ അല്ലേ? ഒരു ദിവസമാണ് 24 hours ഉള്ളത്. അപ്പോൾ ഭൂമി ഒരു തവണ കറങ്ങി റൊട്ടേറ്റ് ചെയ്ത് എത്തുന്നതാണ് എന്ത്? 24 hours, ഒരു ദിവസം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? യെസ് ഓർ നോ? മനസ്സിലായോ? യെസ്, ഒന്ന് വായിച്ചു നോക്കിയേ. മൂവ്മെന്റ് ഓഫ് ദ എർത്ത്.
കഴിഞ്ഞോ? Then day and night. Then about day and night. How to form day and night. നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ഡേയും നൈറ്റും അല്ലെ, രാത്രിയും പകലും ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. ഭൂമി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ആക്സിസിൽ. അങ്ങനെയാണ് 24 hours ഉണ്ടാവുന്നത്. ഒരു ദിവസം മുഴുവൻ അങ്ങനെയാണ് ഉണ്ടാവുന്നത് അല്ലെ, ഒരു രാത്രിയും ഒരു പകലും. ഇതാണ് എന്ത്, അങ്ങനെയാണ് നമ്മൾ 24 hours ഉണ്ടാവുന്നത്. ദെൻ ഹൗ ടു ഫോം ദി ഡേ ആൻഡ് നൈറ്റ്. എങ്ങനെയാണ് ഈ രാത്രിയും പകലും ഉണ്ടാവുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. The rotation of the earth on its axis causes day and night. ഭൂമി ഇങ്ങനെ അതിന്റെ ആക്സിസിൽ കറങ്ങുമ്പോഴാണ് 24 മണിക്കൂർ ഉണ്ടാവുന്നത്. അങ്ങനെ 24 മണിക്കൂർ കറങ്ങുമ്പോഴാണ് എന്ത്, ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാകുന്നത്, രാത്രിയും പകലും ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. ഭൂമി 24 മണിക്കൂർ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, കറങ്ങുന്നുണ്ട് അല്ലേ. അതായത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് ഒരു തവണ കറങ്ങി ഫിനിഷ് ചെയ്യുമ്പോഴേക്കും 24 hours ആകും. അങ്ങനെ ഭൂമിയുടെ ഈ റൊട്ടേഷനാണ് രാത്രിയും പകലും ഡേയും നൈറ്റും ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു. The sun shines all the time but only 1/2 of the earth faces the sun at a time. അതായത് സൂര്യൻ എപ്പോഴും നന്നായിട്ട് തിളങ്ങി നിൽക്കുന്നുണ്ട് അല്ലേ. നമുക്കറിയാം സൂര്യൻ എപ്പോഴും എന്താണ്, നമ്മൾ പറഞ്ഞു സണ്ണിന് നല്ല ലൈറ്റും ഹീറ്റും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ സൂര്യൻ എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവൻ എപ്പോഴും ഇങ്ങനെ ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബട്ട് ഓൺലി 1/2 ഓഫ് ദ എർത്ത് ഫേസസ് ദ സൺ അറ്റ് എ ടൈം. പക്ഷെ ഒരു പകുതി മാത്രമേ, ഭൂമിയുടെ ഒരു പകുതി മാത്രമേ ചില സമയങ്ങളിൽ സൂര്യനെ ഫേസ് ചെയ്യുന്നുള്ളൂ. കാരണം ഭൂമി കറങ്ങുകയാണല്ലോ. അപ്പൊ കറങ്ങി ഒരു സൈഡ് സൂര്യന്റെ അടുത്ത് എത്തുമ്പോ അല്ലെ, ഇങ്ങനെ കറങ്ങുമ്പോ എന്താണ്, ഒരു ഭാഗം മാത്രം സൂര്യന്റെ അടുത്ത് എത്തുമ്പോ എന്താണ്, മറ്റേ ഭാഗം എന്താണ്, സൂര്യനെ ഫേസ് ചെയ്യുന്നില്ല അല്ലെ. അപ്പൊ ഈ സൂര്യനെ ഫേസ് ചെയ്യുന്ന ഭാഗമാണ് എന്ത്, സൂര്യനെ ഫേസ് ചെയ്യുന്ന ഭാഗമാണ് ഏത്, ഏതാണ് സൂര്യനെ ഫേസ് ചെയ്യുന്ന ഭാഗം എന്താണ് ഉണ്ടാവുക, എന്താണ് ഉണ്ടാവുക, എന്താണ് അലൻ? നൈറ്റ്. സൂര്യനെ ഫേസ് ചെയ്യുന്ന ഭാഗം നൈറ്റ് ആണോ ഉണ്ടാവുക? നൈറ്റ്. നൈറ്റ് അല്ലല്ലോ. സൂര്യനെ ഫേസ് ചെയ്യുന്ന ഭാഗം ഏതാണ് എന്നാണ് ചോദിച്ചത്. ഏതാണ് മോനെ ജെവിൻ? ഡേ. ആ, ഡേ. കാരണം എന്താണ് അലൻ, സൺലൈറ്റ് ഒക്കെ വരുമ്പോ എന്താണ് പകൽ സമയങ്ങളിലെ സൺലൈറ്റ് ഉണ്ടാവുക. അപ്പൊ സൂര്യനെ ഫേസ് ചെയ്യുന്ന ഭാഗം ഏതാണ്, ഡേ ആണ്. So the rotation of the earth on its axis is causes day and night. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് രാത്രിയും പകലും ഉണ്ടാവുന്നത്. The sun shines every time. സൂര്യൻ എല്ലാ സമയത്തും ഷൈൻ ചെയ്യുന്നുണ്ട്, തിളങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. But only 1/2 of the earth faces the sun at a time. പക്ഷെ ഒരു സമയത്ത് ഭൂമിയുടെ ഒരു ഭാഗം മാത്രമേ സൂര്യനെ ഫേസ് ചെയ്യുള്ളൂ അല്ലേ. ഒരു ഭാഗം മാത്രമാണ് സൂര്യനെ ഫേസ് ചെയ്യുക. കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗം മാത്രം സൂര്യനെ ഫേസ് ചെയ്യും. ആൻഡ് ദിസ് ഹാഫ് ഹാസ് ഡേ. ഈ പകുതിയാണ് എന്തുണ്ടാവുക, ഡേ ഉണ്ടാവുക, പകൽ ഉണ്ടാവുക. സൂര്യനെ ഫേസ് ചെയ്യുന്ന ഈ പകുതി ഭാഗമാണ് എന്ത്, പകൽ. ബാക്കി ഭാഗം എന്തായിരിക്കും? The other half of the earth that is away from the sun is dark. സൂര്യനെ ഫേസ് ചെയ്യുന്ന ഭാഗത്ത് നല്ല വെളിച്ചവും പ്രകാശവും ഒക്കെ ഉണ്ടാവും അല്ലേ, ചൂടും ഒക്കെ ഉണ്ടാവും. പക്ഷെ മറ്റേ ഭാഗം എന്തായിരിക്കും, ഇരുട്ടായിരിക്കും, ഡാർക്ക് ആയിരിക്കും. ഇതിനെയാണ് നൈറ്റ് എന്ന് പറയുന്നത് അല്ലേ. സൂര്യനെ ഫേസ് ചെയ്യുന്ന ഭാഗം പകലും ഇപ്പുറത്തെ ഭാഗം രാത്രിയും ആയിരിക്കും. ഫേസ് ചെയ്യാത്ത മറുഭാഗം, ഒരു ഭാഗം വെളിച്ചം, മറുഭാഗം ഇരുട്ട്. സോ വെളിച്ചമുള്ള ഭാഗത്ത് പകലായിരിക്കും, മറ്റേ ഭാഗത്ത് രാത്രിയായിരിക്കും. മനസ്സിലായോ? അത്രയൊന്ന് വായിച്ചു നോക്കിയേ നൈറ്റ് വരെ. വായിച്ചേ അലൻ, വായിച്ചു നോക്കിയ എവിടെ ഇരുന്ന്? ആ നൈറ്റ് വരെ വായിച്ചിട്ട് അതിൽ എന്തെങ്കിലും മനസ്സിലാവത്തുണ്ടെങ്കിൽ പറയാം. കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാവാൻ നന്നായി ശ്രദ്ധിക്കുന്നില്ല ആരും, അത് മനസ്സിലാവുന്നുണ്ട്. ദെൻ എന്നാലേ മനസ്സിലാവുള്ളൂ. അത്
നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാം ചിലപ്പോൾ. ഓക്കെ, ഫിനിഷ് ചെയ്തോ? മനസ്സിലായോ അതുവരെ എങ്ങനെയാണ് രാത്രിയും പകലും ഉണ്ടാകുന്നതെന്ന്? എങ്ങനെയാണ്? ഹൗ ടു ഫോം ഡേ ആൻഡ് നൈറ്റ്? എങ്ങനെയാണ് റിലു? The rotation of the earth. എങ്ങനെയാണ് ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാവുക? ഇനി സിമ്പിൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവുക? രാത്രിയും പകലും. സണ്ണ് കറങ്ങിക്കൊണ്ടിരിക്കും. ആരാ കറങ്ങുന്നത്? സണ്ണാണോ എർത്താണോ? എർത്ത്. ആ, അപ്പോഴോ? എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. എങ്ങനെയാ കറങ്ങുക? എങ്ങനെയാ ഭൂമി കറങ്ങുക? ഒറ്റയ്ക്ക് നിന്നിട്ടാണോ? ആ, മാത്രമേ കവർ ചെയ്യാൻ കഴിയും, മറ്റേ ഭാഗം കവർ ചെയ്യാൻ കഴിയില്ല. ഒരു ഭാഗം മാത്രം ഒരു സമയത്ത് സൂര്യനെ ഫേസ് ചെയ്യും അല്ലേ? മറ്റേ ഭാഗം എന്താണ്? ദൂരെ ആയിരിക്കും സൂര്യനിൽ നിന്ന് അല്ലേ? അപ്പോഴോ ഈ സൂര്യനെ ഫേസ് ചെയ്യുന്ന ഭാഗത്ത് എന്തായിരിക്കും? സൂര്യനെ ഫേസ് ചെയ്യുന്ന ഭാഗത്ത് എന്താ ഉണ്ടാവുക? മീൻസ് ഡേ ആൻഡ് നൈറ്റ് ഏതാണ് ഉണ്ടാവുക? ഡേ ആണോ നൈറ്റ് ആണോ? സൂര്യൻ കവർ ചെയ്യുന്ന ഭാഗം ഡേ, കവർ ചെയ്യാത്ത ഭാഗം നൈറ്റ്. ആ, സൂര്യനെ ഫേസ് ചെയ്യുന്ന ഭാഗം ശ്രദ്ധിക്കുന്നില്ല കേട്ടോ റിലു. സൂര്യനെ ഫേസ് ചെയ്യുന്ന ഭാഗം ഡേ ആണ് ഉണ്ടാവുക. ദെൻ അതർ സൈഡ് ഈസ് നൈറ്റ്. ഓക്കെ, ദെൻ ആസ് ദ എർത്ത് റൊട്ടേറ്റ്സ് the lightened part moves away from the sun and become dark. This causes night. Then ഇപ്പൊ നമ്മൾ പറഞ്ഞത് എവിടെയാണ്? സൂര്യനെ ഫേസ് ചെയ്യുന്ന ഭാഗത്ത് ഡേ ഉണ്ടാവും, മറ്റേ സൈഡിൽ ഡാർക്ക് ആയിരിക്കും, നൈറ്റ് ആയിരിക്കും അല്ലേ? പിന്നെ ഭൂമി അങ്ങനെ തന്നെ നിൽക്കുകയാണോ ചെയ്യുന്നത്? അല്ല, വീണ്ടും കറങ്ങുന്നുണ്ട് അല്ലേ? നമുക്കൊരു ദിവസം നേരം വെളുത്തിട്ട് കുറേ കഴിയുമ്പോൾ എന്ത് രാത്രി ആകുന്നുണ്ട് അല്ലേ? വൈകുന്നേരം ആകുന്നുണ്ട്. ഇപ്പൊ ഉച്ചയായി, കുറച്ച് കഴിയുമ്പോൾ രാത്രിയാവും. ഭൂമി അപ്പോൾ ഇപ്പോഴും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭൂമി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മളിപ്പോൾ ഉച്ചയിലെത്തി നിൽക്കുകയാണ്. ഇപ്പോഴും ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്തിരിയും കൂടി ഇങ്ങനെ കറങ്ങി കറങ്ങി വരുമ്പോൾ നമുക്ക് എന്താവും? രാത്രിയാവും അല്ലേ? നമുക്ക് രാത്രിയാവും. നമ്മൾ രാത്രിയാവണമെങ്കിൽ നമ്മൾ സൂര്യനിൽ നിന്ന് കുറേ ദൂരേക്ക് പോകണം അല്ലേ? നമ്മൾ കാണുമ്പോഴെന്താണ്? സൂര്യനാണ് നമ്മുടെ അടുത്ത് നിന്ന് പോയിട്ട് അസ്തമിക്കുന്നത് അല്ലേ? പക്ഷേ ആക്ച്വലി നമ്മൾ ഇങ്ങനെ കറങ്ങുകയാണ്. നമ്മൾ കറങ്ങിയിട്ട് നമ്മളിപ്പോൾ സൂര്യന്റെ നേരെയാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്കിപ്പോൾ രാവിലെ ആയി, ഉച്ചയായി. ദെൻ ഇനി നമുക്ക് വൈകുന്നേരം ആവുമ്പോൾ നമ്മുടെ ഭൂമി കറങ്ങി 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 ഈ സൂര്യന്റെ അടുത്ത് നിന്ന് ദൂരേക്ക് പോകും അല്ലേ? അപ്പോൾ മറ്റേ സൈഡ് എവിടെ വരും? സൂര്യന്റെ അടുത്ത് വരും അല്ലേ? നേരത്തെ ഇരുട്ടത്തുള്ള സ്ഥലം എങ്ങോട്ട് വരും? സൂര്യന്റെ അടുത്തേക്ക് വരും. അപ്പൊ അവിടെ പകലാവും, നമുക്കോ രാത്രിയാവും അല്ലേ? ദെൻ ഈ അപ്പോഴും നമ്മൾ ഉറങ്ങുമ്പോഴും ഭൂമി കറങ്ങുന്നുണ്ട്. നമ്മൾ ഉറങ്ങുമ്പോഴും ഭൂമി കറങ്ങാണ്. അങ്ങനെ കറങ്ങി കറങ്ങി നമ്മൾ ഉറങ്ങി എണീക്കുമ്പോഴേക്കും എവിടെ എത്തും? സൂര്യന്റെ അടുത്ത് എത്തും അല്ലേ? അപ്പോൾ വീണ്ടും വെളിച്ചം വരും. അപ്പോഴാണ് ഡേ ഉണ്ടാവുന്നത് അല്ലേ? നമ്മൾ ഉറങ്ങി എഴുന്നേക്കുന്നത് എപ്പോഴാണ്? ശരിക്കും വെളിച്ചം കാണാൻ തുടങ്ങുമ്പോഴാണ്, സൂര്യൻ ഉദിക്കുമ്പോൾ എന്ന് നമ്മൾ പറയല്ലേ? ആക്ച്വലി നമ്മുടെ ഭൂമി തിരിഞ്ഞ് സൂര്യന്റെ അടുത്ത് എത്തുകയാണ് അല്ലേ? അപ്പോഴാണ് നമ്മൾ വീണ്ടും നമുക്ക് ഡേ ആകുന്നത്. അപ്പൊ സൂര്യനെ ഫേസ് ചെയ്യുന്ന ഭാഗം ഡേയും അതർ സൈഡ് നൈറ്റുമാണ്. അപ്പൊ നമ്മളിങ്ങനെ കറങ്ങി സൂര്യന്റെ അടുത്ത് എത്തുമ്പോൾ അവിടെ ഡേ ആകുന്നു. ദെൻ അവിടുന്ന് വീണ്ടും പോകുമ്പോൾ നമുക്ക് നൈറ്റ് ആകുന്നു. ഇങ്ങനെയാണ്. ദെൻ as the earth rotates, the lightened part moves away from the sun and become dark. വെളിച്ചമുള്ള ഭാഗം സൂര്യന്റെ അടുത്തുനിന്ന് പോകുന്നു, അവിടെ ഇരുട്ടാവുന്നു.
then this causes night. ഇതാണ് രാത്രി കാലങ്ങൾ ഉണ്ടാക്കുന്നത്. Now the dark part faces the sun. ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമിയുടെ ഇരുണ്ട ഭാഗം സൂര്യനെ ഫേസ് ചെയ്യുന്നുണ്ട്. This causes day. Day turns into night and night turns into day. രാത്രി എന്ത് ചെയ്യുന്നു? മാറി പകലാവുകയും പകല് മാറി വീണ്ടും രാത്രിയാവുകയും ചെയ്യുന്നുണ്ട്.